നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 837. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. ഓം നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 837. ഇന്ന് ഭാഗവത സംക്ഷേപം 90-ാം സർഗം. അപ്പോൾ ഇതിൻ്റെ മുമ്പ് 89-ാം സർഗത്തിൻ്റെ അവസാനം 39-ാമത്തെ ശ്ലോകമാണ്. 39 ശ്ലോകങ്ങളാണ് ഉണ്ടായിരുന്നത്. അതെന്തായിരുന്നു? അജിതനുടെ മഹത്താം സത്യധർമാതിലീലാചരിതം ഇതുവരേക്കും തൊട്ടുതൊട്ടൊന്നുകൂടി സ്മരണയിലണിയിപ്പാൻ വേണ്ടി ആസൂതൻ അമ്പാലർന്നരുളി മധുരം ഈ മട്ടത്രയും ഭക്തിപൂർവം. ഭാഗവത സംക്ഷേപം. ഈ ഭാഗവത സംക്ഷേപം മനസ്സിൽ വന്നാൽ തന്നെ രക്ഷപ്പെടാം. കാരണം എന്താ? പക്ഷെ ഇതിനെ പഠിച്ചിരിക്കണം, അപ്പോഴല്ലേ സംക്ഷേപിച്ച് പറയാൻ അറിയുള്ളൂ. ഒന്നാമത്തെ ശ്ലോകം: മഹാധർമ്മത്തിനും വ്യാസാദികൾക്കും വിശ്വനാഥനും നമസ്കരിച്ചു ഞാൻ വീണ്ടും ഭഗവത് ലീലയോതിടാം. ഞാൻ ഭഗവാന്റെ ലീലകൾ പറയാം, ഒരിക്കൽ കൂടി പറയാം. മഹാധർമ്മത്തിനും, എന്തിനു വേണ്ടിയിട്ടത് പഠിക്കണത്? മഹാധർമ്മത്തിനും വ്യാസാദികൾക്കും വിശ്വനാഥനും നമസ്കരിച്ചു ഞാൻ വീണ്ടും ഭഗവത് ലീലയോതിടാം. മർത്യന്നു കേൾക്കേണ്ടതിൽ വെച്ചുത്തമം വിശ്വപാവനം. മനുഷ്യരാശിക്ക് അത്യാവശ്യം, അവശ്യം പറഞ്ഞു കേൾക്കേണ്ടതാണ് ഈ ഭാഗവത ധർമ്മം. മർത്യന്നു കേൾക്കേണ്ടതിൽ വെച്ച ഉത്തമം വിശ്വപാവനം. ചൊല്ലിനേൻ അത്ഭുതം ഞാൻ ഈ വിധം കൃഷ്ണകഥാമൃതം. ശ്രീമൽ ഭാഗവതം ദേവഭാഷാമയം അനുത്തമം. ശ്രീമൽ ഭാഗവതം ദേവഭാഷാമയം, സംസ്കൃതം എന്നർത്ഥം. ദേവഭാഷ, വേദഭാഷ രണ്ടും തന്നെയാണ്. ഭാഷാമയം അനുത്തമം. അന്ന് ഭൃഗുരാമൻ്റെ നാടൻ മഞ്ജുള ഭാഷയിൽ. ഭൃഗുരാമൻ എന്ന് പറഞ്ഞാൽ പരശുരാമൻ എന്നർത്ഥേ. പരശുരാമൻ മഴയെറിഞ്ഞ് വീണ്ടെടുത്തതാണ് ഈ കേരളം എന്നൊരു ധ്വനി ഉണ്ടല്ലോ, അതാണ് അങ്ങനെ പറഞ്ഞത്. ശ്രീമൽ ഭഗവതം ദേവഭാഷാമയം അനുത്തമം. അതന്ന് ഭൃഗുരാമൻ്റെ നാടൻ മഞ്ജുള ഭാഷയിൽ പിറന്നോരു അരുമ പൈതലത്രേ. വളരെ വിശേഷപ്പെട്ടൊരു കുട്ടിയാന്നാണ് പറഞ്ഞത്. അരുമ പൈതലത്രേ കൃഷ്ണകഥാമൃതം. ആ കുട്ടി ആരാ? കൃഷ്ണൻ. കൃഷ്ണകഥാമൃതം അതല്ല ഗുരുഗേഹേശനുണ്ണിതൻ ദിവ്യ സൗഭുഗം. ഗുരുഗേഹേ അത് പറഞ്ഞാൽ ഗുരുവായൂരെന്നർത്ഥം. ഗുരുഗേഹേശനുണ്ണിതൻ ദിവ്യ സൗഭഗം. അടുത്തു ചെന്നാസ്വദിപ്പാൻ അത്യന്ത ആകാംക്ഷ വായിക്കയാൽ. ഭഗവാനെ അടുത്തുപോയി ഉപാസിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഭഗവാന്റെ ചീഫ് പ്രീസ്റ്റ് ആയതെന്ന് അദ്ദേഹം പറഞ്ഞത്. അടുത്തു ചെന്ന് ആസ്വദിപ്പാൻ അത്യന്ത ആകാംക്ഷമാക്കയാൽ ശുഗബ്രഹ്മർഷിതൻ പുണ്യപാരമ്പര്യ പവിത്രമായി. ശുഗബ്രഹ്മർഷിതൻ പുണ്യപാരമ്പര്യ പവിത്രമായി. രാമാനുജപ്പൈങ്കിളിതൻ എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഈ നാരായണീയം വായിക്കുന്നവർ നീച്ചു നിന്ന് സല്യൂട്ട് ചെയ്യേണ്ടത് ഈ കൃതിയെ. കാരണം എന്താ പറഞ്ഞത്, മലയാള ഭാഷയുടെ പിതാമഹൻ
എന്ന് പറയുന്ന തുഞ്ചത്തെഴുത്തച്ഛനെയാണ് പറഞ്ഞത്. രാമാനുജൻ്റെ അനിയൻ എന്നർത്ഥം. രാമാനുജൻ എന്നാണ് അയാളുടെ അച്ഛൻ്റെ പേര്, ഏട്ടൻ്റെ പേര്. അപ്പോൾ രാമാനുജ പൈങ്കിളിതൻ, അതാണ് പൈങ്കിളിതൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിളിപ്പാട്ട്. രാമാനുജ പൈങ്കിളിതൻ മനോജ്ഞ മലയാൺമയിൽ തുഞ്ചത്തെഴുത്തച്ഛൻ. നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ അതിൻ്റെ ബേസ് അറിയണം. എഴുത്തച്ഛൻ. അപ്പോൾ രാമാനുജ പൈങ്കിളിതൻ മനോജ്ഞ മലയാൺമയിൽ തെളിഞ്ഞ് അവതരിച്ചുള്ളതെന്നു ചൊല്ലൂ മനീഷികൾ. ഒന്നിൽ സ്കന്ധങ്ങൾ 12, 3 കാണ്ഡങ്ങൾ മറ്റതിൽ. ഒന്നിൽ സ്കന്ധങ്ങൾ 12, 3 കാണ്ഡങ്ങൾ മറ്റതിൽ. അതായത് ഇവിടെ കിളിപ്പാട്ടിലാണെങ്കിലും മൂലത്തിലാണെങ്കിലും ഒരു സ്കന്ധങ്ങൾ 12. ഈ ശ്രീകൃഷ്ണ കഥാമൃതത്തിലോ 3 കാണ്ഡങ്ങൾ. അതാണ് ഒന്ന് ബാലലീല, പിന്നെ ഒന്ന് എന്താ പറയുക ഭഗവാന്റെ ലീലകൾ യുവാവായിട്ടുള്ളത്, പിന്നൊന്ന് ഉപാസനാകാന്ഡം, ബാലകാന്ഡം, അങ്ങനെ 3 കാണ്ഡങ്ങൾ അതിൽ പറഞ്ഞിട്ടുള്ളത് മനസ്സിലായില്ലേ. അപ്പോൾ 3 കാണ്ഡങ്ങൾ മറ്റതിൽ ഈ വിധം ചില ഭേദങ്ങൾ അല്പാൽപ്പം കാണുമെങ്കിലും, ഈ വിധം ചില ഭേദങ്ങൾ അല്പാൽപ്പം കാണുമെങ്കിലും സർവേശ്വരൻ്റെ മാഹാത്മ്യം കലികൽമഷനാശനം, അതിന് യാതൊരു വ്യത്യാസമില്ല. ഭാഗവതത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, ശ്രീകൃഷ്ണ കഥാമൃതത്തിൽ എന്ത് പറയുന്നുണ്ട്, കുറച്ച് ഭേദങ്ങൾ കാണാം. പക്ഷേ സബ്ജക്റ്റ് വൈസ് ഇതെന്താണ്, സർവേശൻ്റെ മാഹാത്മ്യം കലികൽമഷനാശനം തെളിഞ്ഞു രണ്ടിലും കാണാം സത്യധർമാദി ചിന്തയും. സത്യധർമാദി ചിന്ത ഉണ്ടാവും ഇത് പാടിച്ച. പ്രപഞ്ചത്തിനാശ്രയമാം ബ്രഹ്മത്തിൻ്റെ വിചാരവും, ബ്രഹ്മത്തിനെ വിചാരിക്കണം. പ്രപഞ്ചത്തിനാശ്രയമാം ബ്രഹ്മത്തിൻ്റെ വിചാരവും ജ്ഞാനവിജ്ഞാനവും രണ്ടും അഭ്യസിക്കേണ്ട മാർഗവും. എന്തൊക്കെയാ പറഞ്ഞത് ഇപ്പോൾ? പ്രപഞ്ചത്തിനാശ്രയമാം ബ്രഹ്മത്തിൻ്റെ വിചാരവും ജ്ഞാനവിജ്ഞാനവും രണ്ടും അഭ്യസിക്കേണ്ട മാർഗവും ഭക്തി വൈരാഗ്യം ഉൾക്കാമ്പിൽ ഉയർത്തേണ്ടും ഉപായവും. ഭക്തിയും വൈരാഗ്യവും മനസ്സിൽ ഉയർത്തേണ്ടും ഉപായവും വ്യാസനാരദ സംവാദം പരീക്ഷത്തിൻ ചരിത്രവും. വ്യാസനാരദ സംവാദം പരീക്ഷത്തിൻ ചരിത്രവും മർത്യൻ്റെ മുഖ്യ കർത്തവ്യം ശുഖബ്രഹ്മർഷി ചൊൽവതും. ശുഖബ്രഹ്മർഷി പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണ്ടേ. മനുഷ്യൻ മർത്യൻ്റെ മുഖ്യ കർത്തവ്യം ശുഖബ്രഹ്മർഷി ചൊൽവതും യോഗധാരണയും സത്യോമുക്തിയും ക്രമമുക്തിയും. ഏതെല്ലാം തരത്തിലുള്ള മുക്തികളുണ്ട് അതൊക്കെ. യോഗധാരണയും സദ്യോമുക്തിയും ക്രമമുക്തിയും ബ്രഹ്മനാരദ സംവാദം അവതാരാനുകീർത്തനം. ബ്രഹ്മനാരദ സംവാദം അവതാരാനുകീർത്തനം മഹത്തത്വാദി വൈരാജരൂപ പ്രകൃതി സർഗവും. മഹത്തത്വാദി വൈരാജരൂപ പ്രകൃതി സർഗവും വിതുര ഉദ്ധവ മൈത്രേയ സംവാദം വിശ്വപാവനം. വിതുരോദ്ധവ, വിതുരരും ഉദ്ധവരും കൂടിയിട്ടുള്ള സംവാദം, ഉദ്ധവരും മൈത്രേയരും കൂടിയിട്ടുള്ള സംവാദം. മൈത്രേയര് വിതുരരെ ഓട് പറഞ്ഞത് അങ്ങനെ കാര്യങ്ങൾ. കാരണം ഉദ്ധവരോടാണ് വിതുരർ ചോദിച്ചത്, ഭഗവാൻ അങ്ങക്ക് ബ്രഹ്മോപദേശം ചെയ്തോലോ, എനിക്ക് 2 വാക്ക് പറഞ്ഞു തരൂ. അയ്യോ ഞാൻ അങ്ങാരാ, അങ്ങ് ധർമ്മത്തിൻ്റെ പ്രതിപുരുഷനാണ്, അങ്ങക്ക് ഞാൻ പറഞ്ഞു തരില്ല. കാരണം ഭഗവാൻ മുൻകൂട്ടിയിട്ട് അതൊരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്, മൈത്രേയ മഹർഷീനെ. ഇതാണ് ഭഗവാൻ ഉറ്റ ജനങ്ങൾക്ക്, തനിക്ക് വേണ്ടപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടതൊക്കെ വിഭാവനം ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്, സ്വധാമപ്രാപ്തി ചെയ്തത്. എന്നിട്ടും നമ്മുടെ ഉള്ളിൽ ഇരുന്നിട്ട് നമ്മളെ പ്രേരിപ്പിക്കണു ഭഗവാനെ പറ്റി പറഞ്ഞതും ഭഗവാനാൽ പറഞ്ഞതും. പക്ഷെ നമ്മൾ കേൾക്കണില്ല. പ്രശ്നമല്ലേ?
അപ്പോൾ മർത്യൻ്റെ മുഖ്യ കർത്തവ്യം ശുഖബ്രഹ്മർഷിജോൽവതും യോഗധാരണയും സദ്യോമുക്തിയും ക്രമമുക്തിയും ബ്രഹ്മനാരദ സംവാദം അവതാരാനുകീർത്തനം മഹത്വത്വാദിവൈരജരൂപ പ്രകൃതി സർഗവും വിതുരോദ്ധവ മൈത്രേയ സംവാദം വിശ്വപാവനം സർഗം വൈകൃതികം ബ്രഹ്മാണ്ടോൽപത്തി പുരുഷസ്ഥിതി ഓരോന്നും സർഗം വൈകൃതികം ബ്രഹ്മാണ്ടോൽപത്തി പുരുഷസ്ഥിതി കാലസ്ഥിതി വരാഹാവതാരം കപിലസൂക്തിയും ദക്ഷൻ ധ്രുവൻ പൃഥു പുരഞ്ജനൻ തൻ ചരിതങ്ങളും പ്രിയവ്രതൻ നാഭിരാജ വൃഷഭൻ ഭരതൻ ഗയൻ വിവർത്തൻ കഥ ഭൂഗോളവർണ്ണനം നരകസ്ഥിതി അജാമിളദ്വിജൻ വൃത്രൻ മരുദേവകൾ തൻ കഥ പ്രഹ്ലാദചരിതം പുണ്യം വർണ്ണാശ്രമ നിരൂപണം. അവിടെ ഒന്നും എനിക്കൊന്നും പറയാനില്ല. മന്വന്തരാനുചരിതം സൂര്യവംശചരിത്രവും സുദ്യുപ്ന അംബരീഷാഖ്യന്മാന്താന്താവു ഭഗീരഥൻ മന്വന്തരാനുചരിതം ഗജേന്ദ്രന്റെ വിമോക്ഷണം സമുദ്രമദനം വാമനാവതാര ചരിത്രവും ഗഡ്വാങ്കൻ പുകളേറും ശ്രീരാമചന്ദ്രൻ്റെയും കഥാശര്യാദി ഗാദി ദുഷ്യന്തയയാദി ചരിതങ്ങളും ദുഷ്ടക്ഷത്രിയരെ കൊന്ന രാമൻ്റെ കഥ വിശ്രുതം. അത് പരശുരാമൻ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കണം, പരശുരാമൻ ദുഷ്ടക്ഷത്രിയരെ കൊന്ന പരശുരാമൻ്റെ കഥ വിശ്രുതം രന്തിദേവൻ്റെ ചരിതം പാവനം യദുവിൻകുലം അതിൽ വന്നല്ലോ സാക്ഷാൽ മഹാപ്രഭു പിറന്നതും. അപ്പം അതുവരെ 9 സ്കന്ധങ്ങളിൽ പറഞ്ഞു. ഇത് ഭഗവാന്റെ അവതാരം വരുന്നത് ഏതിലാ? ദശമസ്കന്ധത്തിലാണ്. ആ ദശമസ്കന്ധത്തിൽ 90 അധ്യായങ്ങളെ കൊണ്ടാണ് മൂലത്തിൽ ഭഗവാന്റെ ബാലലീലകൾ മുതൽക്ക് അവസാനം വരെയുള്ളത് പറഞ്ഞത്. പിന്നെ 11ാമത്തെ സ്കന്ധം മോക്ഷഹേതുക്കൾ, 12ാമത് ഇതേമാതിരി അവസാനം. അപ്പോൾ അതിൽ വന്നല്ലയോ സാക്ഷാൽ മഹാപ്രഭു പിറന്നതും അമ്പാടിയിൽ അണഞ്ഞ് അത്യത്ഭുത ലീലകൾ ചെയ്തതും കൊല്ലാനണഞ്ഞോൾക്ക് അമൃതം മുണ്ണി കയ്യാൽ കൊടുത്തതും കൊല്ലാനണഞ്ഞോൾക്ക് കയ്യാൽ അമൃതം കൊടുത്തതും കൊടുങ്കാറ്റാം ദാനവന്റെ കഴുത്തു ഞെരിച്ചതും ഗോപീജനങ്ങൾ തൻ വീട്ടിൽ നൃത്തം വെച്ചു കളിച്ചതും അങ്ങിങ്ങ് ഉരൽ വലിച്ചും കൊണ്ടാണ് എന്നരുൾ ചെയ്തതും മായ കാട്ടിയിടും അജനെ മണ്ണിൽ വീണുരുളിച്ചതും കാളിയൻ്റെ വിഷം പോക്കി അനുഗ്രഹമണച്ചതും കാർത്യായനീ വ്രതം കണ്ടു കന്യമാരിൽ കനിഞ്ഞതും യജ്ഞപത്നികൾ തൻ ഭാഗ്യം വിപ്രന്മാരുടെ മൗഢ്യവും ഗോവർദ്ധനാദ്രി കുടയാക്കിയതും രാസലീലയാൽ അനാദി ബ്രഹ്മചര്യത്വം അറിവോർക്കറിയിച്ചതും അനാദി ബ്രഹ്മചാരിത്വം അറിവോർക്ക് അറിയിച്ചതും. അറിവില്ലാത്തവർക്ക് അറിയിക്കാൻ പറ്റില്ല. അറിയണം എന്നുള്ള തൃഷ്ണ ഉള്ളവരോടെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അറിയണം എന്നുള്ള തൃഷ്ണ ഉണ്ടോ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ പക്ഷെ ഞാൻ നിർത്തില്ല. ഞാൻ ടിൽ ദി ലാസ്റ്റ് ബ്രെത്ത് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം എന്താ, എനിക്ക് കിട്ടിയ നിയോഗം ഞാൻ ഉപയോഗിക്കണമെന്ന് മാത്രം. കാരണം ഒരു സാധാരണ ഒരു ഗവൺമെൻറ് ജോലി നോക്കുന്ന ഒരാൾക്ക് ഇത്രയൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഭഗവാൻ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം എന്നെ കൂടെ. അപ്പോൾ ഞാൻ മുണ്ടാണ്ടിരിക്കാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അനാദി ബ്രഹ്മചാരിത്വം അറിവോർക്കറിയിച്ചതും അക്രൂരനൊപ്പം മധുരാ നഗരത്തിലണഞ്ഞതും അക്രൂരനൊപ്പം മധുരാ നഗരത്തിലണഞ്ഞതും കുറി പൂശിച്ചതിനുടൻ കുബ്ജൻ കുരുനീർത്തതും. ആ ഒരു കൺസ്ട്രക്ഷൻ അന്ന് ആലോചിച്ച് നോക്കുക. കുറി പൂശിച്ചതിനുടൻ ഈ കുബ്ജ എന്ന 3 വളവുള്ള സ്ത്രീ കുറി തോടിച്ച് ഉടനെ കൂന് നിർത്തി കൊടുത്തു എന്നാണ്. ഒരു കുറി തോടിച്ചതിന് ഇത്രയൊക്കെ ഗരിമയാണ്. അതെ, ആർക്ക് പാത്രാനുഭൂതിയാണ്. ആർക്ക് ദാനം ചെയ്തു, ആരെ കുറി തൊടിച്ചു, ഏത് ഭാവത്തിൽ തൊടിച്ചു, ആർക്കുള്ളതാണ് മാറ്റി ഉപയോഗിച്ചത്.
സാക്ഷാൽ കംസമഹാരാജാവിന് തൊടേണ്ട കുറികൾ അദ്ദേഹമല്ല ഇതിന് യോഗ്യൻ, അങ്ങാണ് എന്നുള്ളൊരു ഭാവം മനസ്സിൽ ഉദിച്ചതിനാണ് ഫുൾ ക്രെഡിറ്റ്. അതുകൊണ്ടാണ് കൂന് നികത്തി കൊടുത്തത്. അപ്പം നമ്മുടെ കൂനുകളോ നമ്മുടെ പ്രശ്നങ്ങളൊന്നും ഭഗവാന് പ്രശ്നമല്ല. നമ്മൾ അറിയേണ്ട പോലെ ഭഗവാനെ അറിഞ്ഞാൽ മതി. ഭഗവാൻ നമുക്കെല്ലാം സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ശരിയാക്കി തരും. അക്രൂരനൊപ്പം മധുരാനഗരത്തിലണഞ്ഞതും കുറിപൂഷിച്ചതുന്നുടൻ കുബ്ജതൻ കൂനു നിർത്തതും ഗജമുഷ്ടിക ചാണൂര കംസാദ്യരെ വധിച്ചതും. കംസനെ വധിക്കുന്നതിൻ്റെ മുമ്പേ ഗജത്തിനെ വധിച്ചു. ഏത് ഇദ്ദേഹത്തിനെ കംസരാജധാനിയിലുള്ള എന്താണെന്നാ പറയുക, അരമനയുടെ ദ്വാരത്ത് വെച്ചിട്ട് തന്നെ തട്ടിക്കളയാൻ പറഞ്ഞിട്ട് കള്ളു കുടിപ്പിച്ച് മധുര മതയാനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ ഗജത്തിനെയും പിന്നെ ചാണൂര മുഷ്ടികന്മാരെ വധിച്ചു. മരിച്ച മകനെ പോലും ആചാര്യന് കൊടുത്തതും. ആചാര്യദക്ഷിണ വൈഭവം. എനിക്ക് ചെറിയ വരികയാണ്. എന്താ എന്നോട് എൻ്റെ കാരണവർ പറഞ്ഞു, എടാ മോനെ ചെറുക്കാ, നീയെ ഇതിലൊന്നും പരിഭ്രമിക്കരുത്, നിനക്ക് കഞ്ഞി കുടിക്കാനുള്ള കാശ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തരും, അപ്പം നീ ഇതിനെ പ്രൊഫഷണലാക്കി കൊണ്ടു നടക്കണ്ട. പിന്നെ ഈ പ്ലേറ്റിൽ ആൾക്കാരിങ്ങനെ തല ചുറ്റി തരണത് വാങ്ങിയിട്ട് എൻ്റെ കുട്ടി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും വേണ്ട, അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ആ ദക്ഷിണയുടെ മൂല്യം എന്താ? ഒരു വിദ്യ പഠിച്ചാൽ, ബ്രഹ്മവിദ്യയാണ് ഭാഗവത്തിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ അസന്തുഷ്ടി എന്നുള്ള ഒരു വാക്ക് വരരുത് മനസ്സിൽ. തുഷ്ടിയോടുകൂടി വേണം ദക്ഷിണ കൊടുക്കാൻ. അത് ഇത്രയൊന്നുമില്ല. എത്ര ചെറുതാണെങ്കിലും അതിൻ്റെ പെരുപ്പം കാണിക്കുന്നത് അതിൻ്റെ ഭാവത്തിലാണ്. അപ്പോൾ അത് കണക്ക് പറഞ്ഞാൽ എത്ര വലുത് കൊടുത്താലും അതിൻ്റെ മൂല്യം നശിച്ചു. കണക്ക് പറയാൻ പാടില്ല. അങ്ങോട്ടും പറയാൻ പാടില്ല, ഇങ്ങോട്ടും പറയാൻ പാടില്ല. കൊടുത്തവനും പറയരുത്, വാങ്ങിയവനും പറയരുത്. കിട്ടിയത് പോരാ. പ്രമോഷമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, മരിച്ച മകനെ പോലും ആചാര്യനു കൊടുത്തതും മധുരാപുരിയിൽ പാർത്ത് ബല ഉദ്ധവ സമേതനായ ദുക്കളിൽ പ്രിയം നൽകിയതും ഉദ്ധവനാലുടൻ ഗോകുലത്തെ സമാധാനിപ്പിച്ചതും മഗധാധിപൻ കൊണ്ടുവന്നുള്ള സൈന്യങ്ങൾ പലവട്ടം തകർത്തതും. 17-18 പ്രാവശ്യം ഗോകുലത്തെ സമാധാനിപ്പിച്ചതും മഗധാധിപൻ കൊണ്ടുവന്നുള്ള സൈന്യങ്ങൾ പലവട്ടം തകർത്തതും ദ്വാരകാ നഗരം നിർമ്മിച്ചതും യവനേന്ദ്രനെ ഓടിത്തോൽപ്പിച്ചു വെണ്ണീറാക്കിച്ചതും. ഒരു മല മുഴുവൻ വെണ്ണീറാക്കിയെന്നാണ് പറഞ്ഞത്. ഭഗവാൻ ആ മലയിൽ കയറിയപ്പോൾ ഇനി ഭഗവാൻ നശിക്കണം എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്, ആ കുന്നിൻ്റെ അല്ലെങ്കിൽ മലയുടെ 4 വട്ടം തീ കത്തിക്കാൻ പറഞ്ഞു. പക്ഷെ ഭഗവാൻ എന്ത് ചെയ്തു, ഏറ്റവും ഉയർന്ന സ്ഥലത്തു നിന്ന് ഒരു ചാട്ടം ചാടി 2 പേരും കൂടിയിട്ട് തോളോട് തോളുരുമിയിട്ട് ബലരാമസ്വാമിയും പിന്നെ എന്താ പറയുക ശ്രീകൃഷ്ണനും അവർ രക്ഷപ്പെട്ടു. ബാക്കിയുള്ളവരൊക്കെ വരികയും ചെയ്തു, യവനനും കൂട്ടരും. അപ്പോൾ അപ്പോൾ പറഞ്ഞു, മഗധാധിപൻ കൊണ്ടുവന്നുള്ള സൈന്യത്താൽ പലവട്ടം തകർത്തതും കൊണ്ടുവന്നുള്ള സൈന്യങ്ങൾ പലവട്ടം തകർത്തതും ദ്വാരകാ നഗരം നിർമ്മിപ്പിച്ചതും യവനേന്ദ്രനെ ഓടിച്ചോൽപ്പിച്ചു വെണ്ണീറാക്കിച്ചതും മുജുകുന്ദനെ അനുഗ്രഹിച്ചതും വൈദർഭിയെ ചെന്നു വരിച്ചതും. അതാ നോക്കൂ, രുക്മിണി ദേവിക്ക് ഭഗവാനെ വിവാഹം കഴിക്കണം എന്നൊരാഗ്രഹം. അവിടുന്ന് പല്ലക്ക് കയറിയിട്ട് ഇങ്ങോട്ട് വന്നോ? ഇല്ല. അത് മനസ്സിൽ വിചാരിച്ചു. ഒരു ബ്രാഹ്മണൻ്റെ കയ്യിൽ ഒരു ലെറ്റർ എഴുതി കൊടുത്തയച്ചു. അത് വായിച്ചു ഭഗവാൻ അങ്ങോട്ട് പോയി പാണിഗ്രഹണം ചെയ്യാൻ. ചിലവരെ പാണിഗ്രഹണം അച്ഛനമ്മയും ബന്ധുവീട്ടുകാരൊക്കെ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ അഗ്നിസാക്ഷിയായിട്ട് നാദസ്വരം മേളൊക്കെ ആയിട്ട് അപ്പോഴാണ് ചെറുക്കൻ പറയും, ഞാൻ ചെരുപ്പഴിക്കില്ല, വിളക്ക് കത്തിക്കണത് എനിക്ക് ഇഷ്ടമല്ല. കുറേ മുഷിപ്പ് ആ ഒരു പെൺകുട്ടി ഇങ്ങനെ കണ്ടുകൊണ്ട് നിന്നു. പോടെ പുല്ലേ, നീയായി നിൻ്റെ പാടായി, എനിക്ക് തന്നെ പാണിഗ്രഹണം ചെയ്യണ്ട പറഞ്ഞ് പോകുന്ന കഥകളൊക്കെ നമ്മൾ TV യിൽ വാട്സപ്പിലൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം നടന്നാൽ തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ.
അല്ലേ? അപ്പോൾ എല്ലാം വിട്ടുവീഴ്ച സമ്പ്രദായത്തിലാണ് ദാമ്പത്യ ജീവിതം സമ്പന്നമാവണത്. പക്ഷേ അത് തുടക്കത്തിൽ തന്നെ ബലം പിടിച്ച പിന്നെന്താ ചെയ്യുക ആൾക്കാർ? അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പം മുചുകുന്ദനെ അനുഗ്രഹിച്ചതും വൈദർഭിയെ ചെന്നു വരിച്ചതും സത്രാജിത്തിൻ മകളെയും മറ്റും പരിണയിച്ചതും നരകാസുരനെ കൊന്നു കന്യമാരിൽ കനിഞ്ഞതും അമ്മതൻ കുണ്ടലം ദേവേന്ദ്രനു കൊണ്ടേ കൊടുത്തതും. കട്ടത് നരകാസുരനാണ്. നരകാസുരനെ സത്യഭാമാസമേതനായിട്ട് പോയി വധിച്ചു. അതിനൊക്കെ കഥകൾ ഒരുപാടുണ്ട്. കാരണം പിന്നെ ഭൂമിദേവിയുടെ അവതാരമാണ് ആര്? സത്യഭാമ. അപ്പോൾ പിന്നെ ഭൂമിദേവിയിലെ ഭഗവാൻ മറ്റേ വരാഹാവതാരം എടുത്തപ്പോൾ ഉണ്ടായ ആളാണ് നരകാസുരൻ. അപ്പോൾ ഇതൊക്കെ എത്ര സുസ്ഥിരമായ രീതിയിലാണ് വ്യാസഭഗവാൻ ക്രോഡീകരിച്ചിട്ടുള്ളത്. നരകാസുരനെ കൊന്നു കന്യമാരിൽ കനിഞ്ഞതും അമ്മതൻ കുണ്ടലം ദേവേന്ദ്രനു കൊണ്ടേ കൊടുത്തതും രുക്മിണി ദേവിയെ ചുറ്റു വെറുതെ കരയിപ്പിച്ചതും. രുക്മിണി ദേവിയെ വെറുതെ അല്ല കരയിപ്പിച്ചത്. എന്തേ? സ്ത്രീ പുരുഷ ദാമ്പത്യം എങ്ങനെ വേണം, തമാശയിൽ കൂടിയും ആരും കളിയാക്കാൻ പാടില്ല എന്നാണ് അതിൻ്റെ സംജ്ഞ. പ്രശ്നമുണ്ടാവും. അതാണ് ഭഗവാൻ എല്ലാം ഇനാക്ട് ചെയ്ത് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ നമ്മളതൊന്നും അത്ര ശ്രദ്ധിക്കണില്ല എന്നാണ് സത്യം. അപ്പോൾ ഭഗവാൻ പറഞ്ഞത് എന്താ? തമാശ. ഈ പിന്നെ പൊതുവേദിയിൽ ചിരിക്കാൻ എന്ത് ആവാം? ഈ എന്താണ് പറയുക, ആ വാക്ക് കിട്ടില്ല, പിന്നെ കോമഡി ആവാം. പക്ഷേ ഒരാളെ അനുകരിച്ചും കൊണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കഥ ആരെ പറ്റിയിട്ടാണ് ചെയ്യണത്? അവരെ അപഹസിക്കുന്ന കൂടുതലാവരുത്. അവിടെയാണ് അത്. അപ്പോൾ പരിഹാസമാവും, മോക്കറിയാവും. അതുകൊണ്ടാണ് ഉള്ളത് രുക്മിണി ദേവിയെ ചുറ്റുവെറുതെ കരയിച്ചതും ബാണന്റെ പോർക്കളത്തിങ്കൽ മഹാദേവനെ വന്നതും. മഹാദേവനെ ജയിച്ചു. ആർക്ക് വേണ്ടിയിട്ട്? ഈ ബാണൻ്റെ അഹങ്കാരം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കൂടാണ്ട് പിന്നെന്താ ഉണ്ടായത്? ശിശുപാലൻ ദന്തവക്ത്രൻ തുടർന്നോരെ വധിച്ചതും. ശിശുപാലനെ വധിച്ചു, ദന്തവക്ത്രനെ വധിച്ചു, തുടർന്ന് ഓരെ വധിച്ചതും ഒപ്പം വാണുപടിച്ചുള്ള സതീർത്ഥ്യനിൽ അലിഞ്ഞതും. അതാണ് കുചേലഗതി. ഒപ്പം വാണുപടിച്ചുള്ള സതീർത്ഥ്യനിൽ അലിഞ്ഞതും കുചേലൻ. ഭൂഭാരം പാണ്ഡവന്മാരെ കൊണ്ടു തീർപ്പിച്ചു വാണതും മഹാഭാരത യുദ്ധം. ഭൂഭാരം പാണ്ഡവന്മാരെ കൊണ്ടു തീർപ്പിച്ചു വാണതും തൻകുലം വിപ്രരെ കൊണ്ടു ശപിപ്പിച്ചു മുടിച്ചതും. അവിടെ നിർത്താം. കാരണം എന്താ? ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് എത്രയാണ്? 837. അപ്പോൾ 838 പിന്നെ എന്നാ അപ്പോൾ നാളെ പറയും. അതായത് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഞാനിവിടെ എഴുതി വയ്ക്കാം, 12-ാം തീയതി എഴുതി വയ്ക്കാം. പിന്നെ 839 838 ഇവിടെ ആയിട്ടാ. 839 വേറെ. ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ്. 840 നിർത്താൻ വിചാരിച്ചിട്ടാണ്, അല്ലാണ്ടൊന്നുമല്ല. 12 അത് 13-ാം തീയതി അത് പറയും. അത് കഴിഞ്ഞാൽ 840 14-ാം തീയതി കഴിയും.
അപ്പോൾ ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ എത്രത്തോളം ഉണ്ടാവണം അത്രത്തോളം നമ്മൾ ഭക്തിജ്ഞാന വൈരാഗ്യത്തോടു കൂടി ഭഗവാനെ സ്തുതിച്ചാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുണ്ടാവട്ടെ എന്നും പിന്നെ ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.